എന്തായാലും ഈ എഴുത്ത് ആരെഴുതിയതാണെന്നും അറിയില്ല. പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ നല്ല ദീനി ബോധമുള്ള തക്കുവയുള്ള നല്ല റുഷ്ദുള്ള എത്രയോ ലീഗുകാരല്ലാത്ത ഉമറാക്കളുണ്ട്. ഉമറാക്കൾ എന്ന് പറയണമെങ്കിൽ ഉമറാക്കളാകണമെങ്കിൽ ലീഗുകാർ തന്നെ ആവണമെന്ന് വാശി പിടിച്ച് നമ്മൾ അങ്ങനെ ഒരു അജണ്ട എല്ലായിടത്തും പറയുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാവും. എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ മഹലിൽ എപ്പോഴും നമ്മളെ പള്ളിയായിട്ടും മദ്രസയായിട്ടും അങ്ങേയറ്റം സഹകരിക്കുന്ന എല്ലാ ജമാഅത്തിലും പങ്കെടുക്കുന്ന എന്തെങ്കിലും ഒരു ബദരീങ്ങളാണ്ടോ ഓമന്തൂർ നേർച്ച അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി അതിൻ്റെ അരിയും തേങ്ങയൊക്കെ പിരിക്കുന്ന അതിന് കാര്യപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു പക്ക CPM ആണ്, മാർക്കിസ്റ്റാണ്. ഇതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ പള്ളിയുടെ പ്രസിഡന്റിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. പള്ളിയുടെ മഹലിന്റെ 25 കൊല്ലത്തോളം പ്രസിഡന്റായിരുന്നു. മൂപ്പര് ഭയങ്കര CPM കാരനാണ്. പക്ഷേ മൂപ്പര് പള്ളിയിലെ സുബൈക്ക് ബാങ്ക് കൊടുക്കൽ അദ്ദേഹമാണ്. ഇങ്ങനെ പാണക്കാട് തെങ്ങന്മാർ അങ്ങേയറ്റം സ്നേഹിക്കുന്ന CPM എത്രയോ ഉമാറാക്കൾ എനിക്കറിയാം. കമ്മ്യൂണിസം ആദർശമോ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങളോ ഒന്നും ഇല്ലാതെ രാഷ്ട്രീയപരമായി പാർട്ടി എന്നുള്ള നിലക്കൊരു പാർട്ടി പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരൊന്നും ഉമറാക്കളാക്കാൻ പറ്റൂല, ഉമറാക്കളാക്കാൻ പറ്റൂല, ലീഗാരായെങ്കിൽ മാത്രം ഉമറാക്കളാകൂ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. വിഡ്ഢിത്താണ്. അത് സഫാഹത്തും ഹമാക്കത്തുമാണ്. നമ്മൾ പറയരുത്. നമ്മുടെ നാട്ടിലൊക്കെ ലീഗുകാർ തന്നെയാണ് ഉമറാക്കൾ, സംശയമല്ല, നമുക്കൊക്കെ അറിയാലോ. അത് കരുതിയിട്ട് വേറെ എവിടെയും ഉമറാക്കളാകണം ലീഗുകാർ തന്നെ ആവണമെന്ന് പറഞ്ഞാൽ നമ്മളെ തെക്കൻ ജില്ലയിൽ എറണാകുളം, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ഭാഗത്തൊക്കെ എത്രയോ നല്ല ഉമറാക്കളുണ്ട്. അതുപോലെ നമ്മൾ മലപ്പുറം ജില്ലയിലുണ്ട് ലീഗുകാരല്ലാത്ത ഉമറാക്കൾ. അത് വെറുതെ പ്രചരിപ്പിക്കാൻ പാടില്ല. കമ്മ്യൂണിസം നമുക്ക് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. കമ്മ്യൂണിസം ഐസവും ആദർശവും ആശയവും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതൊട്ടും ഉൾക്കൊള്ളാത്ത നല്ല തഖ്വയും ദീനുമുള്ള എത്രയോ CPM-കാരുണ്ട്. അതൊക്കെ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് എത്രയോ പ്രസംഗിച്ചതാണല്ലോ. അല്ലെങ്കിൽ ശംസുലമാന്റെ കാലം മുതൽക്കും ഗണ്യത്തുസ്താന്റെ കാലം മുതൽക്ക് ചെറുശ്ശേരി ഉസ്താദ് എന്നൊക്കെ പണ്ടൊക്കെ പറയേണ്ടിയിരുന്നു ഉമറാക്കളാണെങ്കിൽ ലീഗ് തന്നെ ആവണം, സമസ്ത ആകണമെങ്കിൽ ലീഗ് തന്നെ ആവണം എന്ന് പറയേണ്ടിയിരുന്നു. അങ്ങനല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടാക്കാൻ പാടില്ല. നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് ലീഗുകാരാണ്, ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നു, വോട്ട് ചെയ്യുന്നു, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഉമറാക്കളായി നമ്മൾ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ലീഗുകാരനാവണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അതെന്തെങ്കിലുമൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രസംഗിക്കാനും പാടില്ല, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും പാടില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ. അപ്പോൾ എത്രയോ നല്ല ദീനുള്ള തക്കുവയുള്ള എത്രയോ കോൺഗ്രസ്സുകാർ, എത്രയോ CPM-മാർ, ഒരു പാർട്ടി ഇല്ലാത്ത എത്ര ഉമറാക്കളുണ്ട്. ഉമറാക്കളാകണമെങ്കിൽ ലീഗ് പ്രവർത്തിക്കണം, ലീഗുകാരനാവണമെന്ന് എന്തിനാ നമ്മൾ ഈ സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കേണ്ട ആവശ്യം? എന്തിനാ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം? അത് ശരിയല്ല. നല്ല ദീനിനെയും സമസ്തയും സ്നേഹിക്കുന്ന അഹ്ലുബൈത്തിനെയും പാണക്കാട് തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എത്രയോ CPM-കാരായ കോൺഗ്രസ്സുകാരായ ഉമറാക്കളുണ്ട്. ഉമറാക്കൾ അവരൊന്നും ഉമറാക്കളാകാൻ പറ്റൂല എന്ന് പറഞ്ഞ് തള്ളിയാൽ അപകടമല്ലേ? ഞാൻ പറയട്ടെ, തമിഴ്നാട്ടിൽ CPM-ന്റെ കൂടെ നമ്മൾ മുസ്ലിം ലീഗ് സഹകരിക്കുന്നുണ്ടല്ലോ. ഈ നാളെ ഇപ്പോൾ ശശി തരൂരിൻ്റെ അവസ്ഥ എല്ലാവർക്കും വരാം. കോൺഗ്രസിലെ എത്ര നേതാക്കന്മാർ BJP-യിലേക്ക് പോയി, നാളെ പൂര നാറ് കണ്ടു. ഒരുപക്ഷെ ഇനിയും CPM എന്നെ കേരളത്തിൽ ഭരണത്തിൽ വരാമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. അടുത്തെങ്കിലും UDF-ന് കിട്ടട്ടെ. പക്ഷേ എങ്ങനെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെ BJP-യിലേക്ക് പോവുകയാണ്, അങ്ങനത്തെ ഒരു ബന്ധം കൂട്ടുകിട്ട് രാഷ്ട്രീയത്തിൽ എന്തും ആവാം. കാരണം KM മാണിയെ പിന്തുണച്ച് നമ്മളെല്ലാം ചെയ്തിരുന്നു, UDF-ഉം കോൺഗ്രസും ലീഗൊക്കെ. ഒരു നേരം അറിഞ്ഞില്ലേ എന്തും ആവാം. അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നാളെ ഈ BJP-യും കോൺഗ്രസും ഒന്നാവുകയാണെങ്കിൽ CPM-നെ അനുകൂലിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് CPM-ന്റെ കൂടെ മുസ്ലിം ലീഗ് ഇല്ലേ? ഒരു കാലത്ത് CPM-ന്റെ കൂടെ ആയിരുന്നില്ല മുസ്ലിം ലീഗ്. അപ്പോൾ ഇനിയും ഭാവിയിൽ അങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ കാറിടയ്ക്ക് വെടിവെക്കുന്ന രീതി സ്വീകരിച്ച് ഉമറാക്കളാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ നാളെ നമ്മൾ ഇതിന് വില കൊടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് നമ്മൾ ജനങ്ങളെ ഒരിക്കലും തന്നെ കൂപ്പ് കൂട്ടാൻ പാടില്ല. അപ്പം ദീനുണ്ടാവണം, തഖ്വ ഉണ്ടാവണം. അവർക്ക് സമസ്തക്കാരാവാം, ഉമറാക്കളാവാം, ഒക്കെ വേറെ വിഷയം. പിന്നെ ഓരോ സാഹചര്യം വെച്ചിട്ട് പാർട്ടി കോൺഗ്രസ്സോ ഇനി കോൺഗ്രസ് ഇല്ലാതിരിക്കെ മുസ്ലിം ലീഗോ CPM-ഓ ഒക്കെ ആയേക്കാം, അത് വേറെ വിഷയം. ഉമറാക്കളാണെങ്കിൽ ലീഗാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറഞ്ഞ് നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ എത്രയും മദ്രസ പള്ളിയെ സഹകരിക്കുന്ന നല്ല മുത്തഖീങ്ങളെ ആൾക്കാരുണ്ട്. പണ്ടായിരുന്നു അതൊക്കെ. എന്നാൽ ആ ആദർശം ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് അവരെ അവരെ നമ്മൾ ഒരിക്കലും എന്താക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, വേറെ വിഷയം. കമ്മ്യൂണിസത്തിന്റെ ഉൾക്കൊള്ളുന്ന CPM-മാരെ പറ്റി ഒരു ചർച്ചയല്ല, അവരെ നമ്മൾ തള്ളുന്നു. അങ്ങനത്തെ ആശയങ്ങളോ അവരുടെ ദർശനങ്ങളോ ഒന്നും ഇല്ലാതെ പാർട്ടി നിലക്ക് മാത്രം പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പറഞ്ഞുകൊടുത്ത് ഇതിനോടത്തൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാണ്. അള്ളാഹു സമസ്തക്ക് ശക്തി പകരട്ടെ, സുന്നത്ത് ജമാഅത്തിന് ശക്തി പകരട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.